ഹായ് യൂട്യൂബ്. മോർണിംഗ് സർ. കുളിയും പൊലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഫങ്ഷൻസിനെ പറ്റി പഠിച്ചു. ഇനി ഈ എപ്പിസോഡിൽ നമുക്ക് പോയിന്റേഴ്സ് ആൻഡ് റെഫറൻസസ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ എന്താണ് ഈ പോയിന്റർ? പോയിന്റർ എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ ഒരു വേരിയബിളിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള വേറൊരു വേരിയബിളാണ് പോയിന്റർ. ഭയങ്കര എളുപ്പമാണ്. അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ എനിക്ക് ഒരു വേരിയബിൾ ഉണ്ട്, ഇൻറ്റിജർ a = 5 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ വേരിയബിളിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണല്ലോ, ഇൻറ്റിജർ a. അപ്പോൾ അതിലേക്ക് പോയിന്റ് ചെയ്യാൻ ഞാൻ ഒരു ഇൻറ്റിജർ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു വെച്ചാൽ, ഇൻറ്റ് എന്ന് എഴുതിയിട്ട് നമ്മുടെ ഡാറ്റ ടൈപ്പ് എഴുതിയിട്ട് നമ്മൾ ആസ്റ്ററിക്സ് സൈൻ കൊടുക്കും, എന്നിട്ട് വേരിയബിൾ നെയിം കൊടുക്കുക, പോയിന്റർ നെയിം. അപ്പോൾ ഞാൻ p എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇതാണ് പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്ന ഫോർമാറ്റ്. ഇൻറ്റ് സ്റ്റാർ എന്ന് പറയാം, ആസ്റ്ററിക്സ് സൈൻ ആണിത്, ഇൻറ്റ് സ്റ്റാർ p, എന്നിട്ട് ഈക്വൽസ് ടു നമുക്ക് ഏത് വേരിയബിളിലേക്കാണോ പോയിന്റ് ചെയ്യേണ്ടത് അത് ഇവിടെ കൊടുക്കുക റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ഞാൻ എയിലേക്ക് എനിക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈക്വൽസ് ടു a എന്ന് കൊടുത്തു. പക്ഷേ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ a എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എറർ ആണ് തന്നെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം ഈക്വൽ ടു സൈൻ എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്റെ വാല്യൂ 5 ആണ്. അപ്പോൾ p = a കൊടുത്തു കഴിഞ്ഞാൽ ആ 5 ആണ് ഈ പിയിലേക്ക് അസൈൻ ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഇതൊരു പോയിന്റർ ആണ്. പോയിന്ററിന് എന്താണ് പോയിന്ററിന്റെ ജോലി? പോയിന്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോയിന്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് ചെയ്യാൻ എന്താണ് വേണ്ടത്? അതിന്റെ അഡ്രസ് ആണ് വേണ്ടത്. അപ്പോൾ എന്റെ അഡ്രസ്സ് വേണം നമ്മളിവിടെ കൊടുക്കാൻ. അപ്പോൾ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ആംപർസാൻഡ് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഏതൊരു വേരിയബിളിന്റെ അഡ്രസ്സിന് വേണ്ടി ആംപർസാൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. അപ്പോൾ ആംപർസാൻഡ് a എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ എന്റെ അഡ്രസ് ആയിരിക്കും ഈ പിയിലേക്ക് വന്ന് കയറുന്നത്. ഇപ്പം ഞാനിത് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാനിത് സ്റ്റാൻഡേർഡ് സി ഔട്ട് ചെയ്യാം, സ്റ്റാൻഡേർഡ് സി ഔട്ട് പി. ഓക്കെ, ഞാനിത് ഇനി റൺ ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ ഔട്ട്പുട്ട് 012 FFCBO. ഇത് ശരിക്കും അഡ്രസ് ആണ്, ഈ എന്റെ അഡ്രസ് ആണ് അത് ഔട്ട്പുട്ട് ചെയ്തത്. അപ്പോൾ ഈ പോയിന്ററിൽ എന്താ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും ഏത് വേരിയബിളിലേക്കാണോ പോയിന്റ് ചെയ്യണേ അതിന്റെ അഡ്രസ് മാത്രമായിരിക്കും ഇതിൽ സ്റ്റോർ ചെയ്യുള്ളൂ. നമുക്കിത് വേണമെങ്കിൽ ഡീബഗ് പോയിന്റ് വെച്ച് റൺ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഡീബഗ് പോയിന്റ് ഇട്ടു. ഇനി ഇത് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഡീബഗ് മെമ്മറി വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് മെമ്മറി വിൻഡോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ അഡ്രസ് ഓഫ് എയിലേക്ക് പോകാം. ഇപ്പൊ ആംപർസാൻഡ് a ഞാൻ കൊടുത്തു. അഡ്രസ് ഓഫ് എയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇത് എന്റെ അഡ്രസ് ഏതാ, 010 FFEC0 അല്ലേ. അതിനകത്ത് നമുക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂം സ്റ്റോർ ആയിരിക്കുന്നത് കാണാം. ഇതിന്റെ അഡ്രസ് ശ്രദ്ധിച്ചല്ലോ, 10 FFEC0. ഇനി ഞാൻ പിന്റെ ലൊക്കേഷനിലേക്ക് പോകും. അപ്പൊ അഡ്രസ് ഓഫ് പിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ പിന്റെ അഡ്രസ് ആണ് ഇത്. പിന്റെ വാല്യൂ നോക്കുമ്പോൾ ആദ്യം എംപ്റ്റി ആണ്, കാരണം നമ്മൾ ഇപ്പോൾ ഡീബഗിംഗ് പോയിന്റ് ഇവിടെയാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ലൈനിലേക്ക് ഇനി ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു വാല്യൂ വന്നത്. നോക്കിയേ, COFEC0F01 അല്ലെ, C0FE0F01 ഈ വാല്യൂ ആണ് വന്നേ. നമ്മൾ ഇനി അഡ്രസ് ഓഫ് എ നോക്കിയാലോ, നമുക്ക് കാണാം സെയിം വാല്യൂ തന്നെ തിരിച്ചാണ് എഴുതിയേക്കണേ എന്നുള്ളൂ, 0CEFF0 അല്ലേ, 01 കണ്ടോ, അത് തന്നെ. അതായത് നമുക്കിപ്പോൾ കാണാം അഡ്രസ് ഓഫ് പിയിൽ നമ്മുടെ എന്റെ അഡ്രസ് ആണ് സ്റ്റോർ ആയിരിക്കുന്നത്. അത് തിരിച്ചാണ് സ്റ്റോർ ആയേക്കണേ, ബിക്കോസ് അത് ലിറ്റിൽ ഇന്ത്യൻ ബിഗ് ഇന്ത്യൻ ഫോർമാറ്റ് കാരണമാണ്. നമ്മുടെ ഇന്റൽ ആർക്കിടെക്ചർ പൊതുവെ ലിറ്റിൽ ഇന്ത്യൻ ഫോർമാറ്റാണ്. ലിറ്റിൽ ഇന്ത്യൻ ഫോർമാറ്റിൽ മെമ്മറിയിൽ നമ്മുടെ ഡാറ്റ തിരിച്ചായിരിക്കും സേവ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ അഡ്രസ് ആണ് പിയിൽ സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുമ്പോഴും അഡ്രസ്സ് പ്രിന്റ് ആയി വരുന്നത്. പിയിൽ ജസ്റ്റ് അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഈ പിന്റെ സൈസ് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ പിന്റെ സൈസ് ഓഫ് ഓപ്പറേറ്റർ വെച്ച് പിന്റെ സൈസ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, പിന്റെ സൈസ് ഇത് ഞാൻ റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഇവിടെ 4 ആണ് പിന്റെ സൈസ്. അതായത് എപ്പോഴും ഒരു പോയിന്ററിന്റെ ടൈപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് ആയിരിക്കും, കാരണം അതിനകത്ത് അഡ്രസ്സ് മാത്രം സ്റ്റോർ ചെയ്താൽ മതി. ഇപ്പൊ നമ്മളൊരു അറേട്ടാണ് പോയിന്റ് ചെയ്യണമെങ്കിലും അറേയിൽ ഇപ്പോൾ കുറേ വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അത്രയും വേരിയബിൾസ് ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഈ പോയിന്ററിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള സൈസ് മാത്രം മതി. അപ്പോൾ അത് യൂഷ്വലി 4 ബൈറ്റ്സ് ആണ് 32 ബിറ്റ് സിസ്റ്റത്തിൽ. ഞാനിപ്പോൾ 64 ബിറ്റ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കാണാം അത് 8 ആയിരിക്കുന്നത്, കാരണം 64 ബിറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ബിഗ് അഡ്രസ് വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് 8 ബൈറ്റ് ആയിരിക്കും. അപ്പോൾ യൂഷ്വലി ഞാനിപ്പോൾ കറന്റ് 32 ബിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 4 ബൈറ്റ്സ് ആയിരിക്കും. ഞാനത് എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. ഇപ്പം ഞാനിവിടെ ഡബിൾ വേരിയബിൾ ആണ് കൊടുക്കുന്നത്. ഡബിൾ വേരിയബിൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഇൻറ്റിജർ മാറ്റി ഡബിൾ പോയിന്റർ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ സൈസ് ഓഫ് എയും കൂടെയും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, സൈസ് ഓഫ് എ. ഇനി നമുക്കിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 84. അപ്പോൾ സൈസ് ഓഫ് എ 8ഉം പോയിന്ററിന്റെ സൈസ് എന്നാലും 4 തന്നെയാണ്.
ഡബിളിന്റെ സൈസ് നമുക്കറിയാം 8 ആണെന്ന്. പക്ഷെ എന്നിട്ടും പോയിന്ററിനകത്ത് 4 ഉള്ളൂ. കാരണം പോയിന്ററിൽ ജസ്റ്റ് അഡ്രസ്സ് മാത്രം സ്റ്റോർ ചെയ്താൽ മതി. പേയിന്റെ അഡ്രസ്സ് മാത്രമായിരിക്കും അതിനകത്ത് സ്റ്റോർ ആയിരിക്കുന്നത്. പിന്നെ ഇനി വേറൊരു കാര്യം പോയിന്ററിൽ നോക്കേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് പോയിന്റർ 2 രീതിയിൽ എഴുതാം. അതായത് ഇവിടെ ഡബിൾ സ്റ്റാർ എന്ന് എഴുതാം, സ്റ്റാർ പി എന്ന് എഴുതാം, ഡബിൾ സ്റ്റാർ ഒരുമിച്ച് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ പിന്നെ സ്റ്റാർ പി ഇങ്ങനെ ഒരുമിച്ച് എഴുതാം. രണ്ടും വാലിഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ആണ്. യൂഷ്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പിന്റെ കൂടെ ഒരുമിച്ച് എഴുതാനാണ്. അത് ഓരോരുത്തരുടെ യൂസർ പ്രിഫറൻസ് പോലെ ഇരിക്കും. പിന്നെ ആക്ച്വലി പോയിന്ററിൽ നമുക്ക് വേണമെങ്കിൽ ഡബിൾ പോയിന്റേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാനിവിടെ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തല്ലോ, ഈ പോയിന്ററിലേക്ക് പോയിന്റ് ചെയ്യാൻ എനിക്ക് വേറൊരു പോയിന്റർ ഡിക്ലെയർ ചെയ്യാം. അതായത് ഞാൻ വേറൊരു ഡബിൾ പോയിന്റർ ഇടുന്നു. അപ്പോൾ 2 ആസ്ട്രിക് സൈൻ ഇടുന്നു. എന്നിട്ട് ഞാൻ വേറൊരു പോയിന്റർ എഴുതും, PR = P എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഇവിടെയും നമുക്ക് അഡ്രസ് ഓഫ് P കൊടുക്കണം. അപ്പോൾ ഈ PR എന്ത് ചെയ്യുന്നത് വെച്ചാൽ PR ഈ പോയിന്ററിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു, PO ഈ എന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡബിൾ പോയിന്റർ, നമുക്ക് വേണമെങ്കിൽ ഒരു ട്രിപ്പിൾ പോയിന്റർ എഴുതാൻ പറ്റും. അപ്പോൾ 3 ആസ്ട്രിക് സൈൻ ഇട്ടിട്ട് = അഡ്രസ് ഓഫ് PR ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഞാനിത് P ഓക്കെ, എന്നിട്ട് അതുപോലെ തന്നെ ഞാനിവിടെ PR പിന്നെ PRS ഇത് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം 3 അഡ്രസ്സ് പ്രിന്റ് ആയിരിക്കുന്നത്. നമുക്ക് കാണാം ഇത് ആക്ച്വലി എന്റെ അഡ്രസ്സും ഇത് പിന്റെ അഡ്രസ്സും ഇത് PRന്റെ അഡ്രസ്സുമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എത്ര പോയിന്റേഴ്സ് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ബട്ട് യൂഷ്വലി നമ്മൾ ഒരു സിംഗിൾ പോയിന്റർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഡബിൾ പോയിന്ററും ചില കേസസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റർ പഠിച്ചപ്പോൾ മനസ്സിലായി നമുക്ക് പോയിന്റർ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണെന്ന്. പക്ഷേ ഈ അഡ്രസ്സ് മാത്രം സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് പ്രോഗ്രാമിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് എന്തെങ്കിലും യൂസ് വേണ്ട ഈ പോയിന്ററിന്? അഡ്രസ്സ് സ്റ്റോർ ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് യൂസ്? അപ്പോൾ അതിനാണ് നമുക്ക് അതിനകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യാനും പോയിന്റേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് വാല്യൂ പ്രിന്റ് ചെയ്യണത്? അപ്പം ഞാനിവിടെ P പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അഡ്രസ്സാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ അതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും? അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീറെഫറൻസിങ് എ പോയിന്റർ എന്ന് പറയും. ഡീറെഫറൻസിങ് എ പോയിന്റർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ എവിടെയാണോ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ ആസ്ട്രിക് സൈൻ വീണ്ടും ഇടുക. അപ്പോൾ ആസ്ട്രിക്സ് P എന്ന് ഞാൻ പ്രിന്റ് ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 5 തന്നെ കിട്ടും. ഇവിടെ ഞാൻ Pന്റെ A ആണ് നമ്മൾ പോയിന്റ് ചെയ്യണേ അല്ലെ, എന്റെ വേരിയബിളിലേക്കാണ് നമ്മൾ P പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ P ഡീറെഫറൻസ് ചെയ്തപ്പോൾ എന്റെ വാല്യൂ ആണ് കിട്ടിയത്. അതായത് P എന്തിലേക്കാണോ പോയിന്റ് ചെയ്തത് അതിന്റെ വാല്യൂ ആയിരിക്കും ഡീറെഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ B = 8 എന്ന് പറഞ്ഞ ഒരു വേറെ വേരിയബിൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ P = B ആണ് കൊടുത്തതെങ്കിലോ നമുക്കിവിടെ സ്റ്റാർ P കൊടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 8 ആയിരിക്കും കിട്ടുന്നത്. അതാണ് ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ. അപ്പൊ നമുക്ക് ഈ പോയിന്റർ നമുക്ക് വേണമെങ്കിൽ റീഅസൈനും ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് P ഞാൻ ആദ്യം Bയിലേക്കാണ് കൊടുത്തേക്കുന്നത്, എനിക്കത് റീഅസൈൻ ചെയ്ത് വേണമെങ്കിൽ Aയിലേക്ക് ആക്കാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇനി ഞാനിത് റൺ ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് 5 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ ഡീറെഫറൻസിങ് വെച്ച് നമുക്ക് അതിന്റെ വാല്യൂ ഡയറക്ട്ലി മാറ്റാം. ഈ Pനകത്തേക്കൂടെ നമുക്ക് എൻ്റെയോ അല്ലെങ്കിൽ ബിന്റെയോ വാല്യൂ മാറ്റാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എയിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഡീറെഫറൻസിങ് ഉപയോഗിക്കുന്നു. ഓക്കെ, സ്റ്റാർ P എന്നിട്ട് = ഒരു 67 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ A പ്രിന്റ് ചെയ്യുന്നു. ഇനി ഇത് റൺ ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? 67. എന്റെ വാല്യൂ മാറി 5 മാറി 67 ആയി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഡീറെഫറൻസ് ചെയ്തു. ഡീറെഫറൻസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? നമുക്ക് എയിനകത്ത വാല്യൂ ആണ്. ഓക്കെ, ആ വാല്യൂയിലേക്ക് എന്താണ് നമ്മൾ പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ എയിനകത്തെ വാല്യൂ മാറി. അപ്പോൾ അതാണ് ഈ പോയിന്റേഴ്സിന്റെ ഗുണം. നമുക്ക് പോയിന്റർ വെച്ച് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഡാറ്റ വേരിയബിളിലേക്കാണോ അത് പോയിന്റ് ചെയ്യണത് ആ വേരിയബിൾ നമുക്ക് ഈ പോയിന്റർ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പോയിന്റർ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് മെമ്മറിയിൽ നമുക്ക് ഡാറ്റ ആക്സസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും. മെമ്മറി ലീക്സ് ഒക്കെ ഉണ്ടാകാനും ചാൻസ് ഉള്ള പോയിന്റേഴ്സ് വെച്ച്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ കൂടുതൽ പഠിക്കും. സന്തോഷമായി. അപ്പോൾ നമ്മൾ പോയിന്റേഴ്സിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് റെഫറൻസസ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ജസ്റ്റ് പോയിന്റർ കമന്റ് ചെയ്തു. അപ്പോൾ പോയിന്ററും റെഫറൻസും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പോയിന്റർ നമുക്കറിയാം ഒരു വേറെ വേരിയബിളിലേക്ക് പോയിന്റ് ചെയ്യുന്ന വേറൊരു വേരിയബിൾ ആണ് പോയിന്റർ. പക്ഷെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റീനെയിമിംഗ് എന്ന് തന്നെ പറയാം. അതായത് എനിക്ക് എയിന് വേറൊരു പേര് കൊടുക്കണം. അപ്പം അതിനുവേണ്ടി എനിക്ക് റെഫറൻസ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ആംബർസാൻഡ് സൈൻ ഇടണം. ഡാറ്റ ടൈപ്പിന് ശേഷം ഒരു ആംബർസാൻഡ് സൈൻ ഇട്ടിട്ട് നമുക്ക് ഒരു പുതിയ പേര് കൊടുക്കാം. അപ്പോൾ എനിക്ക് എയിന് പകരം വേറൊരു ന്യൂ നെയിം എന്ന് പറഞ്ഞ് ഞാനൊരു പുതിയ പേര് കൊടുത്തു എയിന്. എന്നിട്ട്
അത് ഈക്വൽസ് ടു എ എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡബിൾ ആംബേഴ്സാൻഡ് ന്യൂ നെയിം എന്ന് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ എയിന് പുതിയൊരു പേര് കിട്ടി, ന്യൂ നെയിം. അപ്പൊ ന്യൂ നെയിമിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് എയിലും വരും. അതായത് ഞാൻ ഈ ന്യൂ നെയിമിന്റെ വാല്യൂ ഇപ്പോൾ 67 എന്ന് പറഞ്ഞ വാല്യൂ ആക്കി. ഓക്കെ, ഞാൻ എന്നിട്ട് ഈ ന്യൂ നെയിമും പ്രിന്റ് ചെയ്യുന്നു, കൂടെ തന്നെ ഞാൻ എയും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇത് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം, രണ്ടിന്റെയും വാല്യൂ 67 ആണ്. അപ്പോൾ അതാണ് നമ്മൾ റീനെയിമിംഗ് എന്ന് പറഞ്ഞാൽ എയിന് വേറൊരു പേര് കൊടുക്കുന്നതാണ് ഈ റെഫറൻസ് ചെയ്യുന്നത്. പോയിന്റർ എന്ന് പറഞ്ഞാലോ അത് എയിലേക്ക് പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയിന്റെ അഡ്രസ്സ് ജസ്റ്റ് വേറെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ വേറെ വേരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല, പകരം പുതിയൊരു പേര് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ബി എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് നമുക്കറിയാം ഇവിടെ ന്യൂ നെയിം ഞാൻ എയിലേക്കാണ് ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചു. അതായത് ന്യൂ നെയിം എന്ന് പറഞ്ഞാൽ എയിന്റെ പേരാണ്, അതിന് മാറ്റാനേ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഞാനിത് വേണമെങ്കിൽ മാറ്റാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ ബിയിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഈ ബിന്റെ 8 ഇനി തൊട്ട് ഇത് ബിയിലേക്ക് പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തല്ലോ. പക്ഷെ ഇത് ആക്ച്വലി വർക്ക് ചെയ്യില്ല. കാരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ബിന്റെ വാല്യൂ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ലെറ്റ്സ് സേ 90 എന്നാക്കുന്നു. ഓക്കെ, 90 എന്നാക്കി. എന്നിട്ട് നമുക്കിത് ഒന്ന് ബിയും കൂടെയും പ്രിന്റ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ അറിയാം ബിന്റെ വാല്യൂ ഇവിടെ 90 ആക്കി. അപ്പോൾ അതായത് ന്യൂ നെയിം ഇപ്പോൾ ബിയിലേക്കാണല്ലോ പോയിന്റ് ചെയ്യണത്. അപ്പൊ ന്യൂ നെയിമും ആക്ച്വലി 90 വന്നല്ലോ ഔട്ട്പുട്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കാണാം ന്യൂ നെയിമിന് 90 ഔട്ട്പുട്ട് വന്നില്ല. കാരണം എന്താ? കാരണം അത് റീഅസൈൻ ആയില്ല. ഇവിടെ പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ന്യൂ നെയിം ഈക്വൽ ടു ബി കൊടുക്കുമ്പോൾ ഈ ബിന്റെ വാല്യൂ മാത്രമാണ് എടുക്കുന്നത്. അതായത് ബിന്റെ വാല്യൂ എന്താ 8 എടുത്ത് ന്യൂ നെയിമിൽ അസൈൻ ആവും. അപ്പോൾ ഈ ന്യൂ നെയിം പക്ഷെ എന്തിന്റെ വേറെ നെയിമാണ്? എയിന്റെ നെയിമാണ്. എയിന്റെ വേറൊരു നെയിമാണ് ന്യൂ നെയിം. അപ്പോ ന്യൂ നെയിമിന് 8ന്റെ ബിന്റെ വാല്യൂ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ 8 എന്ന് പറഞ്ഞ വാല്യൂ വരും. അപ്പോൾ സെയിം വാല്യൂ ഈ എയിനും വരും. കാരണം എയിന്റെ വേറെ പേരാണല്ലോ ന്യൂ നെയിം. അപ്പൊ അതുകൊണ്ടാണ് എയിനും ന്യൂ നെയിമിനും 8 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വന്ന് പിന്നീട് നമ്മൾ ബി റീഅസൈൻ ചെയ്യുമ്പോൾ 90 ബിന് വന്നത്. ഇതാണ് റെഫറൻസും പോയിന്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് വാല്യൂയിലേക്കാണോ നമ്മൾ ഏതിനു വേണ്ടിയാണോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ആ ഒരു വേരിയബിൾ മാത്രമായിരിക്കും വേറൊരു നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറൊരു വേരിയബിളിലേക്കും അത് പിന്നീട് റീഅസൈൻ ചെയ്യാൻ പറ്റില്ല. പോയിന്റർ എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്കത് റീഅസൈനും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാനും പറ്റില്ല. കാരണം ഇത് എറർ ത്രോ ചെയ്യും. ഫ്രണ്ട്സ് വേരിയബിൾ ന്യൂ നെയിം റിക്വയർസ് ആൻഡ് ഇനിഷ്യലൈസർ എന്ന് പറഞ്ഞ് എറർ നമുക്ക് കാണാം. പക്ഷെ പോയിന്ററിന്റെ കേസിൽ അങ്ങനെയല്ല. നമുക്ക് പോയിന്റർ എംപ്റ്റി ആയിട്ടും അതായത് ഇനിഷ്യലൈസ് ചെയ്യാണ്ടും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. നമുക്കത് പിന്നീട് റീഇനിഷ്യലൈസ് ചെയ്യാം. പോയിന്റർ നമുക്ക് വേറെ വേരിയബിൾസിലേക്കൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാം. അപ്പൊ ഈ എപ്പിസോഡിൽ നമുക്ക് പോയിന്ററും റെഫറൻസസും പഠിച്ചു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ പോയിന്റേഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പോകാം. നമുക്ക് ഫംഗ്ഷൻസിൽ എങ്ങനെ പോയിന്റേഴ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ്, അതൊക്കെ എന്താണെന്ന് നമുക്ക് കൂടുതൽ പഠിക്കാം. വയസ്സായില്ലേ മുത്തച്ഛനൊന്നും മനസ്സിലാവില്ല. കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം.